ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ റമദാൻ 4 അല്ലേ. അപ്പോൾ എല്ലാവർക്കും നോമ്പിന് ക്ഷീണമൊക്കെ ഉണ്ടോ, എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ കേട്ടോ. അപ്പോൾ നമ്മുടെ റമദാനിൽ ഞങ്ങൾ നോമ്പ് തുറയിൽ ഞങ്ങൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോസാണ് ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ വെച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കൻ മസാല തേച്ച് വെച്ചിരിക്കുകയാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ ഉപ്പ്, പിന്നെ കുറച്ച് കോൺഫ്ലവർ, അതുപോലെ ഒരു കോഴിമുട്ട എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എണ്ണയിൽ നമ്മൾ ചില്ലിയൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ വറുത്തെടുത്തിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ നോമ്പ് തുറ പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട് സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ ഞാൻ സമൂസ വറുത്തെടുക്കുകയാണ് ചെയ്തത്. കാരണം എണ്ണ ഒരുപാട് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ചിക്കൻ വറുക്കുമ്പോഴേ. അപ്പോൾ അത് വീണ്ടും നമ്മൾ മാറ്റി വെച്ചിട്ട് പിന്നെയും എടുത്ത് വെച്ച് ഉപയോഗിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതേ പാനിൽ തന്നെ ഞാൻ ആ സമൂസ വറുത്തെടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ എളുപ്പപ്പണിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പണികൾ വേഗം തീരുകയും ചെയ്യും, നമുക്ക് ഗ്യാസും ലാഭമാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ബാക്കി എണ്ണയിൽ ഞാൻ പട്ട, ഗ്രാമ്പും അങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നതിലേക്കുള്ള സവാളയാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം മസാല വേണം അതിനനുസരിച്ച് സവാള എടുക്കാം കേട്ടോ. അതിനുള്ള അളവും കണക്കൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആൾ കൂടുതലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ചിക്കനും മസാല ഉള്ളിയൊക്കെ കൂടുതൽ എടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സവാള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പ് തുറയുടെ എല്ലാ വീഡിയോസും നമ്മൾ ഇടുന്നില്ല, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇടുന്നത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളാരും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നല്ല ഉണ്ടാക്കിയിട്ട് ടേസ്റ്റുള്ള സംഭവം മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ. അല്ലാതെ വെറുതെ വാരി വലിച്ച് വീഡിയോസ് ഞാൻ ഇടുന്നില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ വറുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണൊന്നും കുറയുന്നില്ല, കാരണം നോമ്പായത് കൊണ്ട്. ഇല്ലെങ്കിൽ മസാല റെഡിയാക്കി വരുമ്പോഴത്തേനും നമ്മൾ ചിക്കനൊക്കെ അവിടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നോമ്പായത് കൊണ്ട് വറുത്ത് വെച്ച ചിക്കൻ അതേപോലെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ക്യാപ്സിക്കം അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഉള്ളി ഒന്ന് വാടി വന്നപ്പോൾ ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മെല്ലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ക്യാപ്സിക്കം നന്നായിട്ട് വെന്ത് ഉടയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. പിന്നെ അതിലേക്ക് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളി ഒന്നും വെന്ത് ഉടയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി. ക്യാപ്സിക്കവും തക്കാളിയൊന്നും അധികം ഉടയണ്ട കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ടൊമാറ്റോ സോസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചധികം സോസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഗോബി മഞ്ചൂരിയൊക്കെ ഉണ്ടല്ലോ, അതേ ടേസ്റ്റിലാണ് നമ്മൾ ഈ ചിക്കൻ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് സോയയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. സോയ സോസും ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഈ സമയം ഇതിലേക്ക് ഒരു ഇത്തിരി കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ഇതിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഒരു ഇത്തിരി കോൺഫ്ലവറും കൂടി നമുക്കൊരു ഗ്രേവി ഒന്ന് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി കോൺഫ്ലവർ നമുക്ക് ഒത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സോസൊക്കെ ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഗരം മസാല കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് പെപ്പർ പൗഡറാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് അധികം ചേർത്ത് കൊടുക്കുക, കാരണം നമ്മളിതിന് മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചധികം പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം പത്തിരിക്കും അപ്പത്തിക്കും ചപ്പാത്തിക്കും എല്ലാത്തിലും നല്ല ടേസ്റ്റാണ്. ഇനി നെയ്ച്ചോറോ ഫ്രൈഡ് റൈസോ അതിലേക്കൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ ഈ കറി. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കണോ ഇതിൽ മസാല കുറഞ്ഞു പോയല്ലോ. മസാല ഞാൻ ചിക്കൻ കഴിക്കാത്ത അതാണ് ഞാൻ കേട്ടോ. അപ്പോൾ കുറച്ച് മസാല ഞാൻ ഇതിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയിലേക്കാണ് നമ്മൾ ചിക്കൻ വറുത്തതും കൂടി ചേർത്ത് കൊടുത്തത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം കേട്ടോ.